ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കുട്ടി ട്രിപ്സ് വിന്റർ വ്ലോഗ് പാർട്ട് 2. അപ്പം വിന്റർ വ്ലോഗ് പാർട്ട് 1 ജാനുവരിയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ഫെബ്രുവരിയിലെ വിന്റർ സിറ്റുവേഷൻ. അപ്പം നമ്മൾ ഇതെങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കി നോക്കാം. നിന്റെ ഇഷ്ടം. പറഞ്ഞതല്ലേ. ഈ വിന്ററിലെ പ്രധാന സംഭവങ്ങളായിരുന്നു ഇതുപോലത്തെ അബദ്ധങ്ങളും വീഴ്ചകളും ഒക്കെ. ഇത് കറക്റ്റായിട്ട് എനിക്ക് ക്യാമറയിൽ കിട്ടിയതാണ്, കിട്ടാത്തത് ഒരുപാടുണ്ട്. അങ്ങനെ നമ്മൾ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു റീൽസ് എടുത്താലോ സ്നോയിൽ. നമ്മൾ ഒരുപാട് റീൽസ് കാണുന്നുണ്ടല്ലോ, കാനഡയിലുള്ളവരൊക്കെ അല്ലെങ്കിൽ കാശ്മീർ പോയിട്ടൊക്കെ റീൽസൊക്കെ എടുക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ നമ്മുടെ മുറ്റത്ത് ഇത്രയും മഞ്ഞ് കിടക്കുന്ന നമുക്ക് എടുത്തൂടെ. അങ്ങനെ നമ്മൾ റീൽസ് എടുക്കാമെന്ന് വിചാരിച്ച് ക്യാമറയൊക്കെ പിടിക്കാനായിട്ട് ആളെയൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ വന്നിരിക്കുകയാണ്. എടുത്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് വലിയ പാടാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യം ഒരു 30 സെക്കൻഡ് വീഡിയോ ഒക്കെ ആയിരിക്കും, പക്ഷെ ഇത് എടുക്കാൻ വേണ്ടി മണിക്കൂറുകൾ എടുക്കും. പോരാത്തതിന് ഈ കൊടും തണുപ്പത്ത് ജാക്കറ്റ് ഇടുന്നു, ഊരുന്നു, വീഡിയോ എടുക്കുന്നു, വീണ്ടും ഇടുന്നു. അതുപോലെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടെടുത്ത ഭയങ്കര ഒരു ഡെഡിക്കേഷനുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. ചെയ്തോ. ഈ വീഡിയോന്റെ ഫൈനൽ ഔട്ട്പുട്ട് ചെറിയൊരു റീലാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ ഏകദേശം 3 മണിക്കൂറോളം കണ്ടിന്യൂസ് തണുപ്പത്ത് നിന്നിട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അന്നാണ് നമ്മൾ റിയലൈസ് ചെയ്തത് ഈ റീൽസ് ഒക്കെ എടുക്കുന്നവർ എത്ര ഡെഡിക്കേഷനും എത്ര കഷ്ടപ്പെട്ടിട്ടുമാണ് ഒരു ചെറിയ റീലൊക്കെ ഉണ്ടാക്കുന്നതെന്ന്. കുറച്ചുകൂടെ അടുത്ത് നിന്നേ. നിങ്ങൾ തമ്മിൽ അടുത്തേക്ക്, എൻ്റെ അടുത്തേക്കല്ല. ഓക്കെ, റെഡി? ഫൈനലി നമ്മൾ ഈ ഒരു കട്ടുകളെല്ലാം വെച്ച് എഡിറ്റ് ചെയ്തുണ്ടാക്കിയ ആ ഒരു ചെറിയ റീലിനേക്കാളും ഏറ്റവും കൂടുതൽ മെമ്മറബിൾ ആയിട്ടുള്ളത് ഈ ഒരു അൺകട്ട് വേർഷൻ വീഡിയോ തന്നെയായിരുന്നു. ബിക്കോസ് നമ്മൾ അത്ര എൻജോയ് ചെയ്ത് തണുത്ത് വിറച്ച് കഷ്ടപ്പെട്ടെടുത്തത് കൊണ്ട് ഇത് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ടൈമാണ്. നമ്മൾ അത്രയും എൻജോയ് ചെയ്ത് ഫണ്ണായിട്ട് ചെയ്തിട്ടുള്ളൊരു സംഭവമായിരുന്നു. തെറ്റിക്കരുത് നമ്മുടെ മനസ്സിലുണ്ടാവും, പക്ഷെ തെറ്റിപ്പോവും. വീണ്ടും വീണ്ടും കളിക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ട് ഓർത്തിട്ട് നമ്മൾ എങ്ങനെയും ഒന്ന് കളിച്ച് തീർക്കണം എന്ന് വിചാരിച്ച് നമ്മൾ ഹൈ സ്പീഡിലാണ് കേട്ടോ മാക്സിമം ഇത് ചെയ്യാൻ ശ്രമിച്ചത്. എന്നിട്ട് നമ്മൾ 3 മണിക്കൂർ എടുത്തു ഇതൊന്ന് കളിക്കാൻ. Gentle sound of the waves crashing Okay, go. against the shore. Serene melody weaves through the breeze. ഈ ഒരൊറ്റ കുട്ടി വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായി ഡയറക്ഷനും വീഡിയോഗ്രാഫിയും ക്യാമറ ഓരോ സ്ഥലത്ത് വെക്കുന്നതും എവിടെ വെക്കണം എന്നുള്ളതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന്. നമ്മളത് പല രീതിയിൽ മാറ്റിയും മറിച്ചും അത് ശരിയാവുന്ന വരെയൊക്കെ ആക്കി എടുക്കുമായിരുന്നു. പിന്നെ ഇത്രയും മതി, ബാക്കി എഡിറ്റിംഗ് സെറ്റ് ചെയ്യാം, ആ ഒരു മൈൻഡായി മാറി. ബിക്കോസ് നമ്മുടെ കൈയും കാലും ഒക്കെ തണുത്തങ്ങ് മരവിച്ച് ഇല്ലാണ്ടായ സിറ്റുവേഷൻ ആയിരുന്നു അന്ന്. അങ്ങനെ നമ്മുടെ പലരുടെയും ആഗ്രഹമായ സ്നോയിൽ ഡാൻസ് കളിക്കണം എന്നുള്ള
റിയൽ ലൈഫിലെ ആഗ്രഹം നമ്മൾ റിയൽ ലൈഫിൽ അങ്ങനെ നമ്മൾ സക്സസ് ആയിട്ട് ചെയ്തു വയ്ക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഈ ഒരു മെമ്മറി ഇറ്റ്സ് ലൈക്ക് അടിപൊളി ഒരു മെമ്മറി ആയിരുന്നു മഞ്ഞിൽ ഡാൻസ് കളിക്കുക. അപ്പോൾ മാക്സിമം എൻജോയ് ചെയ്തു. നമ്മളൊട്ടും സ്നോ എന്നുള്ള രീതിയിൽ വെറുത്തിട്ടില്ല. നമ്മളതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു എന്ന് തന്നെ പറയാം. അപ്പം hope you guys enjoyed this behind the scene vlog of my reels. See you in my next vlog of same winter adventures.